ഫാനിൻ്റെ ചുവട്ടിൽ നല്ല സുഖമായിട്ട് കാറ്റ് കൊണ്ടുറങ്ങുന്ന നമ്മുടെ കുക്കു. ഉറങ്ങിയിട്ടൊന്നുമില്ല, കണ്ണും തുറന്നാണ് കിടക്കുന്നത്. വിളിച്ച് നോക്കാം വരുമോന്ന്. പേടിയുണ്ടോ നോക്കണമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെസ്റ്റ്. അമ്മയുടെ പൊന്നിങ്ങി വന്നേ. കം 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 കുച്ച കുച്ച കുച്ച. വാടാ ഇവിടെ, വാടാ ഇവിടെ. അമ്മയുടെ പൊന്നിങ്ങി വന്നേ, വാടാ. വന്നേ വന്നേ വന്നേ. ഒരു ജനക്കവും ഇല്ല. വാടാ ഇവിടെ, ഇവിടെ വാടാ. ഇനി ഭീഷണിയെ നടക്കുള്ളൂ കേട്ടോ. ഇവിടെ വാടാ. വാടാ ഇവിടെ, ഇവിടെ വാടാ. വാടാ ഇവിടെ. വന്ന് 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 ഇവിടെ വന്ന് ഇവിടെ വാ, ഇവിടെ വാ. ഇത് കേട്ടോ, ഈ കൈ കൊട്ടത്തോടത്ത് ദൈവമേ മതി, എൻ്റെ ഈശ്വരാ മതി. ഭീഷണിയെ ഏക്കുള്ളൂ. ഇരു വണ്ണിടും ഇവിടെ കുട്ടേ. എൻ്റെ ദൈവമേ മതി. കിടന്നോ. അയ്യടാ എന്ത് രസം. ആർക്ക്? എനിക്ക്. എന്താ രസം. ഭീഷണിപ്പെടുത്തി വിളിച്ചിട്ട് ഒരു വക ഉടായ്പ അല്ലേ പിന്നെ? അല്ലേടാ? എന്താ ദൈവമേ. ഏട്ടാ ഇട്ടം കൊണ്ടല്ലേടാ വിളിക്കുന്നത്. വിളിച്ച ആകെ വരുള്ളൂ. ഓട്ടാനാ നോക്കുന്നത്. ഉറക്കം വരുന്നുണ്ടോ? ഇവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ലേ ഇട കള്ള. പോലടാ പ്ലീസടാ, ഞാൻ കാല് പിടിക്കാടാ അതിൻ്റെ. ജും 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 ജും. ഈ കുഞ്ഞിക്കാല് പിടിക്കാൻ ഞാൻ മകനെ. കുഞ്ഞിക്കാല് കണ്ണവക്ക. കണ്ണയിലൊന്ന് പിടിച്ചു ഓർത്തോണ്ട്. മുത്തേ പൊന്നരിക്കുട്ടേ, ചൂടല്ലേടാ അപ്പടി. തക്കിടുവാവേ. എൻ്റെ ദൈവമേ. കേട്ടോ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ടോ? എന്നെ തൊട്ടതും തുറഞ്ഞതെല്ലാം കളഞ്ഞു. ഈശ്വര കൂട്ടിയില്ല ഞാൻ. കുറച്ച് നേരമൊക്കെ കുക്കുവിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓർത്തുന്ന പുട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിരട്ട തുളച്ച് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഉണ്ടാക്കിയത് കാണാതെ പോയാലും പെട്ടെന്ന് നമുക്കിപ്പോൾ ഈ 3 കണ്ണുള്ള ചിരട്ടയാണേലും എടുത്ത് തുളച്ച് അന്നേരം ഉണ്ടാക്കാമല്ലോ. അത് പിന്നെ ഒത്തിരി നാൾ നിൽക്കില്ല എന്നേ ഉള്ളൂ. ഈ കണ്ണല്ലേ ഒരുപാട് ചൂട് കയറി കഴിയുമ്പോൾ പൊട്ടിപ്പോലോ. അപ്പോൾ ഒറ്റ യൂസിനൊക്കെയാണെങ്കിൽ നമുക്കത് ഉപയോഗം കേട്ടോ. എളുപ്പത്തിനുണ്ടാക്കാമല്ലോ. അപ്പം ഇത് കണ്ടില്ലല്ലോ. അപ്പം ഞാനിതൊരു 10-18 കൊല്ലമായിട്ട് ഈ ചിരട്ടയുടെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പണ്ട് ഓർക്കുന്നുണ്ട് ഈ അന്നയുടെ കുക്കർ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരുന്നു ഈ ചിരട്ടയുടെ ഷേപ്പിലുള്ള ഒരു തരം കുറ്റി കിട്ടുമായിരുന്നു. അതും അലുമിനിയത്തിൻ്റെ. ഇപ്പോഴല്ലേ സ്റ്റീലിൻ്റെ ഇറങ്ങിയത്. അപ്പോൾ അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചിരട്ട പരിപാടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ചിരട്ട നല്ലതുമല്ലേ. അപ്പം നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം. വലിയ പുട്ട് വേണ്ടവർക്ക് വലിയതായിട്ട് തുളച്ചെടുത്താൽ മതി. അതിപ്പോൾ ഒരു ആണി ഉണ്ടെങ്കിലും ആണിയും കൊണ്ട് അടിച്ചടിച്ച്. ചിരട്ട കുതുക്കൊന്നും വേണ്ട കേട്ടോ. അത്തെ വാർണിഷൊന്നും അടിച്ച് അത്തെ വിഷാംശമൊന്നും കയറ്റുകയും ചെയ്യേണ്ട. ചിരട്ട എടുക്കുക. അത് കുക്കറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ വിസിൽ വരുന്നതാണ്. അത് കയറാൻ കണക്കിനുള്ള
പൊത്തുണ്ടാക്കുക, നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക, ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ പുട്ട്. അപ്പം ഈ അന്നയുടെ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഇതിൻ്റെ കുക്കർ ഒരു 20 മുകളിൽ 25 ഒരു 10-26 വർഷം പഴക്കമുള്ള ഒരു കുക്കറാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഏറ്റവും ഫസ്റ്റ് മേടിച്ച 2 കുക്കറാണ്. വലിയ കുക്കർ, ഒരു കുഞ്ഞി കുക്കർ കേട്ടോ. അത് അന്ന് മുതൽ ഇന്ന് വരെ അതിനൊരു ഡാമേജും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലിൽ അത് സ്ഥിരമായിട്ട് പുട്ടുണ്ടാക്കാനും നമ്മുടെ കുട്ടീസിൻ്റെ പാർട്സ് വേവിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഈ ചിരട്ടയുടെ തന്നെ ഇതും കൊണ്ട് ഞാൻ നമ്മുടെ ഈ ചിരിക അല്ലേ, നമ്മുടെ ഈ അടി വട്ട ഉള്ള ഈ ഷേപ്പിൽ അല്ലാത്ത ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന വെക്കുന്ന ഒരു തരം ചിരികയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ സാധനം ഇതിൻ്റെ മേളുവശം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാനത് ഉപയോഗിക്കും കേട്ടോ. അപ്പം ഈ ചിരട്ടയെ കൊണ്ടുള്ള ഒരുപാട് പരിപാടി ഞാൻ ചെയ്യും കേട്ടോ. ഒരു വക അതായത് ഈ ഉള്ള കുഞ്ഞു തരികിട പരിപാടികളെല്ലാം എനിക്കിഷ്ടം കേട്ടോ ചെയ്യാനായിട്ട്, ഈ മെനക്കെട്ടിരുന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പകൽ കിടന്ന് ഉറങ്ങുമൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ, നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഈ ചിരട്ടയെന്ന് പറഞ്ഞ സാധനം നമുക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ അപ്പം അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഇതിൻ്റെ അകത്ത് പുട്ടുണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കാശ് മുടക്കില്ലാത്ത സാധനമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നമുക്കങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിശ്വാസം അല്ലേ എല്ലാം എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ വിശ്വസിച്ചങ്ങ് ചെയ്യുക കേട്ടോ. അപ്പം ചിരട്ടയ്ക്ക് അത് ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കിയത്. ബീഫിൻ്റെ ആയിരുന്നു, നല്ല പുട്ടായിരുന്നു കേട്ടോ. കാരണം ചമ്പാവരിയുടെ പുട്ടായിരുന്നേ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം സ്ഥിരമായിട്ട് ഈ അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ ഉപയോഗിക്കാതെ ചിരട്ടപ്പുട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരട്ട നിസ്സാരമായിട്ട് ഉണ്ടാക്കാവുന്ന കേസല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനൊരു 4 മണിയായപ്പോഴത്തേനും ഞാൻ 2 കുറ്റി കഴിച്ചു കേട്ടോ. കാരണം ചെറുതല്ലായിരുന്നു. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരുവിധം വലിയ കുറ്റിയായിരുന്നു കേട്ടോ. അപ്പം പുട്ടൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം ഒരു ഗ്ലാസ് കട്ടൻ ചായ കാപ്പി കേട്ടോ കുടിച്ചത്. കാരണം വലിയ നിർബന്ധങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ഓരോ കാപ്പി കുടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അത്രേ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.